നമസ്കാരം പ്രിയമുള്ളവരെ. ഈ ഇടിവെട്ടേറ്റവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന അവസ്ഥയിലാണ് ഇസ്രായേൽ എന്നിപ്പോൾ പറയാം. കാരണം ഇസ്രായേൽ കുറച്ചു നാളുകളായി നിരന്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഗസയുമായിട്ട് യുദ്ധം തുടങ്ങിയതിനു ശേഷം ബന്ദികളുടെ വിമോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഗസയിലേക്ക് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ മോചിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എന്നതുമായി ബന്ധപ്പെട്ട് ഗസയിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ബന്ദികളുടെ ബന്ധുക്കളൊക്കെ നിരന്തരം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വസതിക്കു നേരെ മാർച്ച് നടക്കുന്നു. അങ്ങനെയുള്ള സംഗതികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇസ്രായേലിൻ്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവനും ഇസ്രായേലി പ്രധാനമന്ത്രിയുമായിട്ട് പരസ്പരം വാഗ്വാദങ്ങൾ ഏർപ്പെടുന്നു. അങ്ങനെ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളായിരുന്നു ഇസ്രായേൽ. ഇപ്പോൾ ഈ ഇടിവെട്ടേറ്റവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ മറ്റൊരു ആഭ്യന്തര പ്രശ്നം കൂടി ഇസ്രായേലിന് വന്നു ചേരുകയാണ്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ 2 ദിവസമായി ഇസ്രായേലിൽ അതിരൂക്ഷമായ കാട്ടുതീയായിരുന്നു. ആ കാട്ടുതീയുമായി അനുബന്ധിച്ച് കൂടുതൽ വിവാദങ്ങളിലേക്ക് ഇസ്രായേൽ നടന്നെടുക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ചും ഇസ്രായേലിലെ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ആരോപിക്കുന്നത് ഈ തീ പിടിക്കുന്നതിന് കാരണം ഇസ്രായേൽ പൈൻ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചതാണ് എന്നാണ്. കാരണം പൈൻ മരങ്ങൾ ഒരിക്കലും ഇസ്രായേലിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിരുന്നില്ല. അത് യൂറോപ്യൻ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ മരമാണ്. അതിതീക്ഷ്ണമായ ഉഷ്ണക്കാറ്റ് വീശുന്ന മരുഭൂമി പ്രദേശമായ ഇസ്രായേലിൽ പൈൻ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത് കാട്ടുതീ പടർന്നതിന് കാരണമായിട്ടാണ് ഇസ്രായേലിലെ പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു ആരോപണം കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഇസ്രായേൽ ഒരിക്കലും അഗ്നിശമന വിമാനങ്ങൾ സ്വന്തമാക്കിയിരുന്നില്ല എന്നാണ്. ഇസ്രായേലിന് അഗ്നിശമന വിമാനങ്ങളില്ല. ഇസ്രായേൽ എപ്പോഴും യുദ്ധത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സൈനിക വിമാനങ്ങളാണ് സ്വന്തമാക്കിയിരുന്നതെന്നും അതുകൊണ്ടാണ് ഈ കാട്ടുതീ പടരുന്ന അവസരങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങളെ കാട്ടുതീ അണയ്ക്കുന്നതിന് വേണ്ടി ഇസ്രായേലിന് ആശ്രയിക്കേണ്ടി വന്നതുമെന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇസ്രായേലിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ഒപ്പം 10 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഇതുപോലെ ഒരു കാട്ടുതീ പടർന്നു. അതിനോടനുബന്ധിച്ച് അന്വേഷണ കമ്മീഷനെ നിയമിച്ചിരുന്നു. പക്ഷേ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ഇസ്രായേലി ഗവൺമെന്റ് പുറത്തുവിട്ടില്ല എന്ന രീതിയിലൊക്കെയുള്ള ആരോപണങ്ങൾ ഇസ്രായേലി ഗവൺമെന്റിനെതിരെ ഈ അവസരത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ കൂടുതൽ അന്തർദേശീയ തലത്തിൽ ഒറ്റപ്പെടുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും 40 രാജ്യങ്ങൾ ചേർന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ UN-നെതിരെ ഇസ്രായേൽ നടത്തുന്ന ഗസയിൽ നടത്തുന്ന വ്യോമ ആക്രമണങ്ങൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരികയാണ്. അതായത് UN-ൽ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ അനവധി ആളുകൾ ഗസയിൽ UN-ന്റെ രക്ഷാപ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് 40-ലധികം രാജ്യങ്ങൾ ചേർന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, നേരത്തെ ഇങ്ങനെ ഒരു കേസ് ഇത്രയധികം രാജ്യങ്ങൾ ചേർന്ന് കൊടുത്തത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്. കാരണം സൗത്ത് ആഫ്രിക്കയിൽ ഈ നിറത്തിൻ്റെ പേരിൽ വലിയ വിവേചനങ്ങളൊക്കെ കറുത്ത വർഗ്ഗക്കാരോട് ഉണ്ടായിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പരാതി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അനേകം രാജ്യങ്ങൾ ചേർന്ന് കൊടുക്കുന്നത്. ആ പരാതിയുടെ വിധി എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിലെ വർണ്ണ വിവേചനം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു കോടതി വിധിയായിരുന്നു. അന്താരാഷ്ട്ര നീതിന്യായ കോടതി നടപ്പിലാക്കിയത്. അത് സൗത്ത് ആഫ്രിക്കയിലെ സർക്കാരിന് അനുസരിക്കേണ്ടി വന്നു എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഒരുപക്ഷെ അന്തർദേശീയ നീതിന്യായ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഗസയ്ക്ക് അനുകൂലമായ വിധികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന വിശകലനം കൂടി ഈ അവസരത്തിൽ പുറത്തു വരികയാണ്. മറ്റൊന്നുകൂടിയുണ്ട്, ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്നു എന്നതിന് തെളിവായ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത്, എസ്തോണിയയിൽ വെച്ച് നടന്ന ഫെൻസിങ് മത്സരത്തിൽ അതിൽ ഇസ്രായേൽ ടീം ജേതാക്കളായി അവർക്ക് അവാർഡ് നൽകുന്ന അവസരത്തിൽ പരാജയപ്പെട്ട സ്വിസ് ടീം ഗസയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒപ്പം ഇസ്രായേൽ നടത്തുന്ന സയനിസ്റ്റ് അടിച്ചമർത്തലുകളെതിരെ പ്രതികരിച്ചുകൊണ്ട് പുറംതിരിഞ്ഞു നിന്നു. ആ ചടങ്ങിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്നു എന്ന ഒരു റിപ്പോർട്ട് കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി നമ്മൾ എടുത്തു വായിക്കേണ്ടതുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേലിൻ്റെ മന്ത്രി ഇറ്റാമിർ ബെൻഗീർ അദ്ദേഹം അമേരിക്ക സന്ദർശിക്കുന്ന അവസരത്തിലും അമേരിക്കയിലും വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത്, അദ്ദേഹം ന്യൂയോർക്ക് ടൗണിൽ കൂടി നടന്നു പോകുന്ന അവസരത്തിൽ നൂറുകണക്കിന് പ്രക്ഷോഭകാരികൾ അദ്ദേഹത്തെ വളയുകയും താങ്കൾ നാസിയാണ്, താങ്കൾ ഗസയിൽ വംശഹത്യ നടത്തുന്നു എന്ന രീതിയിലൊക്കെ മുദ്രാവാക്യങ്ങൾ ഇറ്റാമിർ ബെൻഗീറിനെതിരെ ഉയർത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം പങ്കെടുത്ത ഒട്ടുമിക്ക ചടങ്ങുകളിലും അദ്ദേഹത്തിനെതിരെ അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെടുന്ന ആളുകൾ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ഗസയ്ക്ക് അനുകൂലമായ മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്ത അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. മറ്റൊന്ന് കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇസ്രായേൽ ഒറ്റപ്പെടുന്നു എന്നതിന് തെളിവായിട്ട് ദക്ഷിണ കൊറിയയിൽ ഇസ്രായേലി അംബാസിഡർ ഒരു ഹോട്ടലിൽ ആഹാരം കഴിക്കുവാൻ ഇറങ്ങിയപ്പോൾ അവിടെ
ഫ്രീ പാലസ്തീൻ മുദ്രാവാക്യങ്ങളുമായി നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തെ വളഞ്ഞു എന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. തുടർന്ന് ഈ പ്രക്ഷോഭകാരികളോട് വാർത്താലേഖകർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ഇസ്രായേലി അംബാസിഡറെ ഇങ്ങനെ മുദ്രാവാക്യങ്ങൾ കൊണ്ട് വളയുന്നത് എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ മനുഷ്യരായതുകൊണ്ടാണ്, ഇസ്രായേൽ കടുത്ത വംശഹത്യയാണ് നടത്തുന്നത് ഗസയിൽ, അതുകൊണ്ട് പ്രതികരിക്കേണ്ടത് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ തങ്ങളുടെ കടമയാണ് എന്നവർ അടിവരയിട്ട് പറഞ്ഞു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. നൂറുകണക്കിന് ആളുകളാണ്, സൈനികരാണ് ഇസ്രായേലി സൈന്യത്തിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നത്. പ്രത്യേകിച്ചും ഈ സാങ്കേതിക വിദഗ്ധർ, ഡ്രോൺ പോലെയുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഇസ്രായേലിന്റെ വംശഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇസ്രായേലി സൈന്യത്തിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നു എന്ന വാർത്ത കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ കൂടുതൽ അന്തർദേശീയ തലത്തിൽ ഒറ്റപ്പെടുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഭരണകൂടങ്ങളും ഈ കുത്തക മാധ്യമങ്ങളും ഒക്കെ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനങ്ങൾ അവരും ജാതിയും മതവും ഒന്നും നോക്കാതെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ പ്രതികരിക്കുന്നു. ഫലസ്തീന്റെ സ്വാതന്ത്ര്യം ന്യായമാണെന്ന് അവർ കാണുന്നു. ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളുമായി ഇസ്രായേലി അംബാസഡർമാരെയും ഇസ്രായേലി ഡിപ്ലോമറ്റുകൾക്കുമൊക്കെ എതിരായിട്ട് പാശ്ചാത്യ ലോകത്തും പ്രക്ഷോഭങ്ങൾ നടക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.